അപ്പോൾ നമ്മൾ ഈ സയൻസ് കണ്ടെത്തുക, അതിനുശേഷം കുട്ടിയുടെ കാമായി നിൽക്കുകയും കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് നമുക്ക് കഴിയും. അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ട്രോമാറ്റിക്. കുട്ടികളുടെ അബ്യൂസിന് മെയിൻ കാരണമാവുന്നത് വീട്ടിലെ ഏതെങ്കിലും ബന്ധുക്കാരോ അല്ലെങ്കിൽ ഇപ്പം സ്റ്റെപ്പ് ഫാദറോ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും അങ്ങനത്തെ ഒരു പ്രവണത വരുമ്പോൾ ഈ വീട്ടുകാർ ഇത് പുറമെ പറയാനുള്ള അല്ലെങ്കിൽ അവരോട് റിയാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മടിക്കും. കാരണം ഈ ബന്ധം മുറിഞ്ഞു പോവോ, അല്ലെങ്കിൽ അവരെങ്ങനെ നമ്മളെ ഇനി കാണും, ഇതൊരു കുടുംബമല്ലേ, നമ്മൾ നാളെ ഇതിന് ഒത്തുകൂടേണ്ടതല്ലേ, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് അതങ്ങനെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കുട്ടികളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? എപ്പോഴും കുട്ടികളോട് പറയും സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോകരുത് കേട്ടോ. സ്ട്രേഞ്ചേഴ്സ് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് പേടിക്കരുത്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സിനേക്കാളും നമ്മൾ പലപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുന്നത് നമ്മുടെ ഓൺ ഫാമിലിയിൽ തന്നെയാണ്. സാം സാർ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. ഇതെല്ലാം ഈ ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ പറയുന്ന ആളുകൾ അത് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഇത് വർഷങ്ങളോളം മായാത്ത ഒരു മുറിവായിട്ട് ഇതിങ്ങനെ കിടക്കും.